ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റഡി റിലേറ്റഡ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ പഠിക്കാൻ വിചാരിക്കുന്നത് ഫിസിക്സിലെ ഏതെങ്കിലും ഒരു ചാപ്റ്ററാണ്. പിന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് സ്റ്റഡി ടിപ്സും പിന്നെ ഞാൻ എങ്ങനെ വീട്ടിൽ പഠിക്കാമെന്നുള്ളതുമാണ്. അപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ +2 എക്സാം ആവാനായിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ ചാപ്റ്റേഴ്സും പഠിക്കാനുണ്ട്. ക്രിസ്മസ് എക്സാം ആവാനായതുകൊണ്ട് തന്നെ ഇപ്പം മുതൽ പഠിച്ചു തുടങ്ങിയാലേ എക്സാമിൻ്റെ ടൈമിൽ നമ്മൾ പ്രിപ്പയർ ആവുള്ളൂ, നന്നായിട്ട് എഴുതാനും പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പഠിക്കാനിരിക്കുന്നതിന് മുന്നേ തന്നെ ഇന്ന് എനിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്, എന്തൊക്കെ പഠിക്കാനിടുന്നൊക്കെ ടു ഡു ലിസ്റ്റ് പോലെ എഴുതി വെക്കും. അങ്ങനെ ഞാൻ എഴുതി വെക്കുമ്പോൾ ഇന്ന് എനിക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്, എന്തൊക്കെ ചെയ്യാനിടുന്നൊക്കെ ഒരു ധാരണ കിട്ടും. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അതനുസരിച്ച് പഠിക്കാമല്ലോ. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും യൂട്യൂബിൽ ഓരോ വീഡിയോ ക്ലാസ്സൊക്കെ കണ്ടായിരിക്കും പഠിക്കുക. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് പഠിക്കുക. ഞാൻ ഫസ്റ്റ് തന്നെ ഒരു യൂട്യൂബ് ക്ലാസ് വെക്കും. അത് കണ്ടതിന് ശേഷം അതിൻ്റെ നോട്ട്സൊക്കെ ഒരു ബുക്കിലേക്ക് എഴുതി വെക്കും. എന്നിട്ട് ഈ എഴുതിയെടുത്ത നോട്ട്സൊക്കെ ഞാൻ വായിച്ച് പഠിക്കും. ഒരു പ്രാവശ്യം എന്നല്ല, കുറേ പ്രാവശ്യം വായിച്ച് പഠിക്കുമ്പോൾ അത് നമുക്ക് തറുവാകും. അതുമാത്രമല്ല, ഈ എഴുതിയെടുത്ത നോട്ട്സ് ഇപ്പോൾ വലിയ ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഒരു 5-6 പാർട്സൊക്കെ ആക്കും. ഇപ്പോൾ ചെറിയ ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഒരു 4 പാർട്സ് വരെ ഞാനാക്കും. ഈ 4 പാർട്സ് ആക്കിയിട്ട് ഈ 4 പാർട്സിൽ ഒരു പാർട്ട് എടുത്തിട്ട് നന്നായിട്ട് വായിച്ച് പഠിച്ചതിന് ശേഷം ഒരു പേപ്പറിലേക്ക് അതിൽ നിന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസൊക്കെ എഴുതി വെക്കും. അതുപോലെ തന്നെ ഓരോ പാർട്സും വായിച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഞാനൊരു A4 പേപ്പറിലേക്കോ ന്യൂസ് പ്രിൻറ്റിലേക്കോ എഴുതി വെക്കും. ഇങ്ങനെ എഴുതി വെക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എക്സാം ആവുന്നൊരു ടൈമിൽ നമുക്ക് എല്ലാ സബ്ജക്റ്റും എല്ലാ ചാപ്റ്റേഴ്സും നല്ല വൃത്തിക്കിരുന്ന് വായിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ആ ടൈമിൽ ഈ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സൊക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അത് മാത്രം മതി. പിന്നെ ആ ചാപ്റ്റർ മുഴുവനായിട്ട് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രം എഴുതാതെ നമുക്ക് 50% പ്രധാനപ്പെട്ടതുമാണ്, എന്നാലും അല്ലാന്ന് തോന്നുന്ന കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാവുമല്ലോ, അതും എഴുതിയെടുക്കണം. അതല്ലാത്ത കാര്യങ്ങളും എഴുതിയെടുക്കണം. അങ്ങനെ എഴുതി വെച്ച പേപ്പർ മാത്രമേ നമുക്ക് എക്സാമിൻ്റെ ടൈമിൽ വായിച്ചിട്ട് കാര്യമുള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ ചാപ്റ്ററിനെ ഒരു പ്രാവശ്യം വീഡിയോ ക്ലാസ് കണ്ടും പഠിച്ചു, പിന്നെ നോട്ട്സ് എഴുതിയത് വായിച്ചെടുത്തും പഠിച്ചു, പിന്നെ അത് ക്വസ്റ്റ്യൻസ് ആക്കി എഴുതിയും പഠിച്ചു. ഇപ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ഒറ്റ സ്ട്രെച്ചിലിരുന്ന് പഠിക്കാതെ ഒരു 25 മിനിറ്റ്സ് പഠിച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ബ്രേക്ക്, അതുപോലെ തന്നെ 25 മിനിറ്റ്സ് പഠിച്ചിട്ട് 5-10 മിനിറ്റ് ബ്രേക്ക്, അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ നമ്മൾ പഠിക്കാനിരിക്കേണ്ട സ്ഥലത്ത് അതുപോലെ തന്നെ ഉറച്ചിരിക്കാതെ കുറച്ച് അപ്പുറത്തോ, പിന്നെ കട്ടിലിരുന്ന് പഠിക്കണവരങ്ങനെയോ, അല്ലെങ്കിൽ പുറത്ത് പോയിരുന്ന് പഠിക്കണവരങ്ങനെയോ, അല്ലെങ്കിൽ ടേബിൾ മേലിരുന്ന് പഠിക്കണവരങ്ങനെയോ, അങ്ങനെ മാറി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്ട്രെസ്സ് ഫീൽ ചെയ്യില്ല. പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിൽ ഇത്തിരി വെള്ളം എടുത്ത് വെക്കുക. പിന്നെ ഞാൻ പഠിക്കാനിരിക്കുന്ന ടൈമിൽ 3-4 ചാപ്റ്ററൊന്നും ഒരു ദിവസം പഠിക്കലില്ല കേട്ടോ. ഞാൻ ഇനി ഞാനൊരു സബ്ജക്റ്റിൻ്റെ വീഡിയോ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ അത് പിന്നെ വായിച്ച് പഠിക്കൽ നെക്സ്റ്റ് ദിവസമായിരിക്കും. ആ പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ചാപ്റ്ററിൻ്റെ വീഡിയോ ക്ലാസ് കാണും. എന്നിട്ട് അത് പഠിക്കൽ അതിൻ്റെ പിറ്റേ ദിവസമായിരിക്കും. ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി പോലത്തെ സബ്ജക്റ്റാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ കുറേ ഡെറിവേഷൻസ് ഒക്കെ ചെയ്ത് നോക്കാനുണ്ടാവും, കുറേ ഇക്വേഷൻസ് പഠിക്കാനുണ്ടാവും. അതൊക്കെ പഠിക്കുന്ന ടൈമിൽ ഒരു എക്സ്ട്രാ ബുക്ക് എടുത്ത് വെച്ചിട്ട് അതൊക്കെ ഒന്ന് എഴുതി നോക്കി പഠിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ.